ഈ പുഴയും കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ യമുനയുടെ കൈകളിൽ ഭദ്രമായി പിടിച്ചു നിൽക്കുന്ന ആ ഒരു വലിയ സമ്മാന പൊതിലേക്ക് നോക്കുന്തോറും അവളുടെ കണ്ണുകളിൽ വല്ലാത്ത തിളക്കമുണ്ടായിരുന്നു. അതിലൊരു പട്ടുസാരിയാണ് കവറിലുള്ളത്. അത് അവൾക്ക് സമ്മാനിച്ചത് മറ്റാരുമല്ല, നിവിനാണ്. നിവിൻ ചേട്ടൻ. ആ പേര് ഓർക്കുമ്പോൾ തന്നെ അവളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. എന്താടി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത്? അരികിൽ നിന്ന് ആതിര അവളുടെ തോളിൽ തട്ടി ചോദിച്ചു. ആതിരയുടെ മുഖത്ത് അവളെ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. യമുന മെല്ലെ തലയെത്തി ആതിരയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ അവിശ്വസനീയത മാറിയില്ല. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല ആദില. നിവിനേട്ടൻ ഇതെനിക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറയുമ്പോൾ ആദില ഒരു പൊട്ടിച്ചിരിയോട് പറഞ്ഞു. നിനക്കിതുവരെ മനസ്സിലായിട്ടില്ലേടി പൊട്ടി? ഇത്ര സ്നേഹമുള്ള ഒരാളെയാ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ആ പഴയ വിശാലിനെ പോലെ ഒരു ലോക്കൽ സെറ്റപ്പ് ഒന്നുമല്ല. നിവിൻ നല്ല സ്മാർട്ടാണ്, കാണാൻ നല്ല ലുക്കും, പോരാത്തതിന് നല്ല കോടീശ്വരനും. പുളിങ്കൊമ്പിൽ തന്നെയാടി നീ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ആദിലയുടെ വാക്കുകൾ കേട്ട് യമുനയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ സമ്മാനപ്പൊതി നെഞ്ചോട് ചേർത്ത് വെച്ചു. വിശാൽ എന്ന ദുരന്തത്തിൽ നിന്നും തന്നെ രക്ഷിച്ചത് നിവിനാണ്. സ്വന്തം അമ്മയെയും അമ്മാവനെയും വരെ വെറുപ്പിച്ച് തനിക്കൊപ്പം തന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ആ മനുഷ്യനാണ്. അന്ന് കൈകൾ പിടിച്ചപ്പോൾ തോന്നിയ സുരക്ഷിതത്വം ഇന്നീ സമ്മാനം നൽകിയപ്പോൾ അവൾക്ക് അനുഭവപ്പെട്ടു. വേണ്ടിയിരുന്നില്ല നിവിനേട്ടാ, എന്തിനാ ഇതൊക്കെ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇതെൻ്റെ മനസ്സാണ്, അതുകൊണ്ട് ഞാനിത് തന്നേ ഉള്ളൂ. അന്ന് അത്രയും പറഞ്ഞ് നിവിൻ ചിരിച്ചു. ആ ചിരി അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചു. നിവിനേട്ടന് എന്നോട് ഇത്രമാത്രം ഇഷ്ടമായിരുന്നോ? താൻ ഇത് തിരിച്ചറിയാൻ വൈകിപ്പോയല്ലോ എന്നൊരു കുറ്റബോധം അവളുടെ മനസ്സിലൂടെ അങ്ങ് കടന്നുപോയി. പക്ഷേ യമുന അറിയാത്തൊരു സത്യം ആ നിമിഷം ആ കാറ്റിലലിഞ്ഞു. അങ്ങനെ ആ കാറ്റിലലിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. നിവിൻ ആ സാരി കൊടുത്തത് യമുനക്കായിരുന്നില്ല, അവൻ്റെ മനസ്സ് മുഴുവൻ കാവേരിയിലായിരുന്നു. കാവേരിയോടുള്ള പ്രണയം തുറന്നു പറയാൻ അവൾക്ക് കൊടുക്കാനായി ഏൽപ്പിച്ച സമ്മാനം യമുന തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. തൻ്റെ മനസ്സിലെ പ്രണയം യമുനക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന്, അവൾ അത് കാവേരിയുടെ കൈകളിൽ കൃത്യമായി എത്തിക്കുമെന്ന് നിവിൻ ഉറച്ചു വിശ്വസിച്ചു. ആ വിശ്വാസത്തിലാണ് അവൻ അത് സന്തോഷത്തോടു കൂടെ തന്നെ അവിടെ നിന്നും മടങ്ങിയത്. എന്നാൽ വിധി അവർക്കിടയിൽ വലിയൊരു തെറ്റിദ്ധാരണയുടെ വല നെയ്ത് കഴിഞ്ഞിരുന്നു. വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ യമുന നേരെ പോയത് അവളുടെ മുറിയിലേക്കാണ്. ആരുടെയും കണ്ണിൽപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു. മുറിയുടെ വാതിലടച്ച് കുറ്റിയിട്ടതിനു ശേഷം അവൾ വേഗം തന്നെ കട്ടിലിലങ്ങ് ചെരിഞ്ഞിരുന്നു. കൈകളിൽ നേരിയ തോതിൽ അവളുടെ കൈകളൊക്കെ അങ്ങനെ നേരിയ തോതിൽ വിറക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആകാംക്ഷയോടുകൂടെ അവൾ ആ കവറ് പൊട്ടിച്ചു. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് അതിമനോഹരമായൊരു പട്ടുസാരിയായിരുന്നു. ഇളം നീല നിറത്തിൽ സ്വർണ്ണ കസവുകളൊക്കെ തുന്നിച്ചേർത്ത ഒരു അപൂർവ സുന്ദരമായ സാരി. മുറിയിലെ വെളിച്ചത്തിൽ ആ സാരിയുടെ തിളക്കം അവളുടെ കണ്ണുകളിലേക്ക് പ്രതിഫലിച്ചു. അവൾ മെല്ലെ സാരിയെടുത്ത് നിവർത്തി നോക്കി. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം. തൻ്റെ ഇഷ്ടങ്ങൾ പോലും അറിയാൻ നിവിനേട്ടൻ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു. എത്ര മനോഹരമായിരിക്കുന്നു. എനിക്ക് ചേരുന്ന കളർ തന്നെയാണല്ലോ നിവിനേട്ടൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവൾ കണ്ണാടിക്ക് മുന്നിൽ ചെന്ന് ആ സാരി തൻ്റെ ദേഹത്തേക്ക് ചേർത്ത് വെച്ച് നോക്കി. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നൃത്തം വെക്കുന്നുണ്ടായിരുന്നു. ആ വിശാലിനെ പോലൊരുത്തൻ തൻ്റെ പിന്നാലെ നടന്നപ്പോൾ താൻ എത്രത്തോളം വേദനിച്ചിരുന്നു. എന്നാൽ ഇപ്പം തൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാലാഖയെ പോലെ തന്നെ നിവിനേട്ടൻ കടന്നു വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ മുറിയുടെ വാതിൽ തുറന്ന് കാവേരി അകത്തേക്ക് വന്നു. കണ്ണാടിക്ക് മുന്നിൽ പുതിയ സാരി എടുത്ത് നിൽക്കുന്ന യമുനയെ കണ്ട് കാവേരി ഒന്ന് നിന്നു. അവളുടെ മുഖത്ത് നേരിയ സംശയത്തിൻ്റെ നിഴൽ വീണു. ഇതെന്താ യമുനെ, പുതിയ സാരിയൊക്കെയാണല്ലോ, ഇതെവിടുന്ന് കിട്ടി? കാവേരി ചോദിച്ചു. ആ ചോദ്യം കേട്ട് യമുന ഞെട്ടിത്തെറിച്ചു. പെട്ടെന്ന് തന്നെ ഒളിച്ചു വെക്കാൻ ശ്രമിച്ചുവെങ്കിലും പിന്നെ അവൾക്ക് അതിനൊന്നും മുതിർന്നില്ല. അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അതോ ഇതൊരു ഗിഫ്റ്റ് കിട്ടിയാ ചേച്ചി? ഗിഫ്റ്റോ? ഇതാര് ഗിഫ്റ്റ് വന്നതാ? കാവേരിയുടെ ശബ്ദത്തിൽ ഒരു മൂർച്ചയുണ്ടായിരുന്നു. യമുന ഒന്ന് മടിച്ചു. പിന്നെ പതുക്കെ പറഞ്ഞു, അത് നിവിനേട്ടൻ തന്നതാ. നിവിനോ? കാവേരിയുടെ കണ്ണുകൾ വിടർന്നു. അവൾക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നിവിൻ യമുനക്ക് ഗിഫ്റ്റ് നൽകിയെന്നോ? അതെന്തിന്? ചിന്തകൾ കാവേരിയുടെ മനസ്സിലിങ്ങനെ കൊടുങ്കാറ്റായി വീശി. നിവിന് തന്നോടുള്ള ഇഷ്ടമെല്ലാം അവൾക്കറിയാം. പിന്നെന്തിനാണ് യമുനക്ക് അവൻ ഗിഫ്റ്റ് കൊടുത്തത്? ഇങ്ങനൊരു സമ്മാനം എന്തിനാ അവന് നൽകിയത്? അപ്പോഴേക്കു ഗംഗ അങ്ങോട്ടേക്ക് കടന്നു വന്നു. കാവേരിയുടെ മുഖത്ത് ഗൗരവം കണ്ട് ഗംഗ ഒന്ന് പകച്ചു. കാവേരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു, യമുനെ, ഇതൊന്നും അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഇങ്ങനെയൊന്നും വിലപിടിപ്പുള്ള ഗിഫ്റ്റൊന്നും വാങ്ങിക്കാൻ പാടില്ല. അതൊക്കെ പിന്നീട് നമുക്കൊരു ബാധ്യതയായി മാറും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അത് കേട്ട് യമുനയുടെ മുഖം മങ്ങി. അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അതിനെന്താ ചേച്ചി, വാങ്ങിയാലേ? എന്നെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി നിവിനേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ചേച്ചിക്കറിയില്ലേ? നിവിനേട്ടനൊരു പാവാണ്. എന്നോടുള്ള സ്നേഹം കൊണ്ടാ ഇതൊക്കെ തന്നത്. ആയിക്കോട്ടെ, പക്ഷേ ഇതൊന്നും അത്ര ശരിയായിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാവേരി പറഞ്ഞു. അവളുടെ മനസ്സിൽ പലവിധ ചിന്തകളിങ്ങനെ ഓടിക്കളിക്കുകയായിരുന്നു. നിവിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവൾക്കിത് എന്തിനാണ് നിവിൻ കൊടുത്തത്? എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ കാവേരിക്ക് തോന്നി തുടങ്ങി. ഇങ്ങത്താ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കാവേരി ആ സാരിയിലേക്ക് കൈനീട്ടി. കാവേരി സാരി വാങ്ങാൻ ശ്രമിച്ചതും യമുന പെട്ടെന്ന് തന്നെ അത് പിന്നിലേക്കങ്ങ് വലിച്ചു. നോക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്കിത് തിരിച്ചു തന്നേക്കണം. അവളുടെ ശബ്ദത്തിൽ ഒരു തരം പോസസീവ്നെസ് ഉണ്ടായിരുന്നു. അയ്യേ, എനിക്ക് വേണ്ടായേ. മറ്റുള്ളവർ തരുന്നതൊന്നും എനിക്ക് വേണ്ട. പക്ഷേ നീ ഇതൊന്നും സ്വീകരിക്കരുതേന്നാ ഞാൻ പറയുന്നുള്ളൂ. കാവേരിയുടെ സ്വരത്തിലും അല്പം ദേഷ്യം കലർന്നു.
പെട്ടെന്ന് തന്നെ യമുന ആ സാരി കാവേരിയുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചു. എനിക്ക് തരണം ചേച്ചി. വേണ്ടെങ്കിലും എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ ഞാൻ ആർക്കും വിട്ടുതരില്ല. ആ വാക്കുകൾ കാവേരിയുടെ നെഞ്ചിൽ ഒരു കൊളുത്തു വലിക്കുന്ന വേദനയുണ്ടാക്കി. അവൾ ഒരു നിമിഷം യമുനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ആ കണ്ണുകളിലെ തിളക്കവും ആ സാരിയോടുള്ള അവളുടെ ആർത്തിയുമെല്ലാം തന്നെ കാവേരിയെ വല്ലാതെ കുഴപ്പത്തിലാക്കി. കൂടുതൽ അവിടെ നിന്ന് ആ പ്രശ്നങ്ങൾ വഷളാവുമെന്ന് തോന്നിയതുകൊണ്ട് തന്നെ കാവേരി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. അവളുടെ മനസ്സൊക്കെ അസ്വസ്ഥമായിരുന്നു. നിവിൻ തന്നോട് അടുപ്പം കാണിക്കുന്നത് പിന്നെ എന്തിനായിരിക്കും? യമുനുമായി ഇങ്ങനൊരടുപ്പം എന്തിനാവൻ കാണിച്ചത്? അവൾക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. രാത്രി കാവേരി തൻ്റെ മുറിയിലേക്ക് ജനൽക്കരികിലേക്ക് നിന്നു. പുറത്തിരുട്ട്. മനസ്സിലെ ചിന്തകൾക്ക് ഒരു അവസാനവും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവളുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവളൊന്ന് നെടുവീർപ്പെട്ടു. നിവിനാ വിളിക്കുന്നത്. എടുക്കണോ വേണ്ടയോ എന്ന് അവൾ കുറച്ചു നേരമൊന്ന് ചിന്തിച്ചു. എന്തിനാ വിളിക്കുന്നത്? അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഫോൺ തുടർച്ചയായി ശബ്ദിച്ചുകൊണ്ടിരുന്നു. 2 തവണ വിളിച്ചിട്ടും അവൾ എടുത്തില്ല. 3ാമത് റിങ് ചെയ്തപ്പോൾ അവൾ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ. അവളുടെ ശബ്ദം വളരെ തണുത്തായിരുന്നു. അതെ, സാരി ഇഷ്ടപ്പെട്ടോ? മറുതലക്കൽ നിവിൻ്റെ ശബ്ദത്തിൽ വലിയൊരു ആവേശമുണ്ടായിരുന്നു. എന്ത് സാരി? കാവേരി അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു. അതെ, ഞാനൊരാളുടെ കയ്യിൽ സാരി കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ഇഷ്ടപ്പെട്ടോ എന്ന്. എന്ത് സാധനം? ഓ, ഒന്നും മനസ്സിലാവാത്തതുപോലെ സംസാരിക്കുന്നത് കേട്ടോ? നിവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാവേരിയുടെ ശബ്ദം കടുത്തു. എനിക്കറിയില്ല നിവിൻ, എന്താ കാര്യമെന്ന് വ്യക്തമായിട്ട് പറ. നിവിൻ പെട്ടെന്ന് തന്നെ ഗൗരവത്തിലായി. അത് യമുനയുടെ കയ്യിൽ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. നിനക്കത് തരാൻ വേണ്ടിയിട്ട് അവൾ അത് തന്നില്ലേ? ആ വാക്ക് കേട്ടതും കാവേരിയുടെ തലക്കുള്ളിൽ ഒരു മിന്നലങ്ങ് പിളർന്നുപോയി. എല്ലാം അവൾക്ക് വ്യക്തമായി. യമുന തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന്. ആ സാരി അവൾക്കുള്ളതാണെന്ന് കരുതി അവൾ അത് നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. കൊള്ളാം, ബെസ്റ്റ്. കാവേരിയുടെ ചുണ്ടിൽ പരിഹാസം കലർന്ന ഒരു ചിരി വിരിഞ്ഞു. അതെന്താണെങ്കിലും അവൾക്ക് കിട്ടിയ ഗിഫ്റ്റാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത്? അവൾക്കെന്നോ? നിവിന് അബദ്ധം മനസ്സിലായി തുടങ്ങി. അതെ, അവളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ. ഒരു കാര്യം ഞാൻ പറയാം നിവിൻ, എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സാരി ഗിഫ്റ്റായിട്ട് വേണമെന്ന്? കാവേരിയുടെ സ്വരം കരത്തു. അല്ല കാവേരി, അത് പിന്നെ നിവിനൊന്ന് പരുങ്ങി. ദൈവത്തെ ഓർത്ത് ഇനി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ടേക്ക് കൊടുത്തുവിടുകയെന്ന് ചെയ്യരുത്. നിങ്ങൾക്കറിയാലോ അന്ന് നിങ്ങളുടെ അമ്മ ഇവിടെ വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞത് എന്നൊക്കെ. വെറുതെ നമ്മളായിട്ട് എന്തിനാ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്? ഒരു പ്രശ്നമുണ്ടാക്കാനൊക്കെ എളുപ്പാ, പക്ഷേ അത് തീർക്കാനാ പാട്. പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ? കാവേരിയുടെ വാക്കുകളിൽ സങ്കടവും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നു. അല്ല കാവേരി, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് കാവേരി പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഫോണ് കയ്യിൽ പിടിച്ച് അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു. യമുനക്ക് പറ്റിയ അബദ്ധം ഇപ്പോഴാണ് വ്യക്തമായത്. പക്ഷേ ഇനി പോയിട്ട് യമുനോട് സത്യം തുറന്നു പറയാനൊന്നും പറ്റില്ലല്ലോ. നിനക്കല്ല എനിക്കത് നിവിൻ സാരി കൊടുത്തു വിട്ടത് എന്ന് അത് പറഞ്ഞാൽ അവൾക്കത് താങ്ങാൻ പറ്റുമോ? മാത്രമല്ല അവൾ 100 ചോദ്യം ചോദിക്കും. ചേച്ചിക്ക് എന്തിനാ നിവിനേട്ട് സാരി തന്നു വിട്ടത് എന്നൊക്കെ. അവളുടെ ചോദ്യത്തിൽ താൻ എന്തു മറുപടി പറയും? ഇല്ല, ഇപ്പോൾ ഒന്നും പറയാൻ നിൽക്കേണ്ട എന്ന് കാവേരിയുടെ നെടുവീർപ്പോടുകൂടെ തന്നെ ചിന്തിച്ചു. ഇതേ സമയം നഗരത്തിലെ വലിയ ബംഗ്ലാവിലായിരുന്ന ജയപാലിന്റെ വീട്ടിലേക്ക് സത്യനാഥന്റെ കാറ് കടന്നു ചെല്ലുമ്പോൾ സമയം രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു. രാജേശ്വരിക്ക് നല്ല തിടുക്കമുണ്ടായിരുന്നു. നിവിനെ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം കഴിപ്പിക്കണം. അവനെ ആ കാവേരിയുടെ വയലിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഇതിലും നല്ലൊരു വഴി വേറെയില്ല. അതിനായി രാഗിണി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ രാജേശ്വരിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. കാറിൽ നിന്നിറങ്ങിയ സത്യനാഥനും രാജേശ്വരിയും വലിയ സ്വീകരണത്തോടെയാണ് ജയപാലിന്റെ ഭാര്യ പ്രവീണും വരവേറ്റത്. കൊട്ടാരം പോലെയുള്ള ആ ഒരു വലിയ വീട്ടിൽ സ്വീകരണ മുറിയിൽ വിലപിടിപ്പുള്ള സോഫയിൽ അവർ വന്നിരുന്നു. അവിടേക്ക് കോഫി ട്രേയുമായി രാഗിണി കടന്നു വന്നു. ഒരു തനി നാടൻ പെൺകുട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി രാഗിണിയെ കണ്ടപ്പോൾ രാജേശ്വരിയുടെ കണ്ണുകൾ തിളങ്ങി. ആ കൊള്ളാലോ, നീ ആളങ്ങോട്ടേക്ക് വളർന്നല്ലോ രാഗിണി. സത്യനാഥൻ സ്നേഹത്തോടെ അവളെ നോക്കി പറഞ്ഞു. രാഗിണി നാണത്തോടെ ചിരിച്ചു. അതേ അങ്കിളെ, എന്നെ കുറേ നാളുകൂടി കണ്ടതുകൊണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നത്. ജയബാലൻ അഭിമാനത്തോടെ ഇടപെട്ടു. പെൺകുട്ടികളല്ലേ സത്യനാഥ, പെട്ടെന്ന് വളരും. നിന്റെ സംസാരം കേട്ടിട്ടൊന്നും കാര്യമില്ല. എൻ്റെ മോൾക്ക് കല്യാണപ്രായമൊക്കെ എത്തി. രാജേശ്വരി പെട്ടെന്നിന് വിഷയങ്ങളിലേക്ക് കടന്നു. അതെ ജയബാലേട്ട, അതിനെക്കുറിച്ച് സംസാരിക്കാനും കൂടിയാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് കല്യാണമാണോ അച്ഛാ? രാഗിണി അത്ഭുതത്തോടെ നോക്കി. പിന്നല്ലാതെ, നിന്റെ കല്യാണം നടത്തണ്ടേ? അത് എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ജയബാലൻ ചിരിച്ചോണ്ട് പറഞ്ഞു. അല്ല, ആരാ ചെക്കൻ? അവൾ ആകാംക്ഷയോട് ചോദിച്ചു. രാജേശ്വരി അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് അവളുടെ താടിയിൽ ഇങ്ങനെ സ്നേഹത്തോടെ പിടിച്ചു. ഓ, ഒന്നും അറിയാത്ത പോലെ. ചെക്കൻ ആരായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ? ഞങ്ങൾ കണ്ടുപിടിച്ചു വെച്ചിരിക്കുന്ന ചെക്കൻ ആരാണ് എന്ന് നിനക്കറിയില്ലേ? അവനെ നമ്മുടെ നിവിനേട്ടനോ? രാഗിണിയുടെ മുഖത്ത് വല്ലാത്തൊരു ഇഷ്ടം മിന്നി മറഞ്ഞു. വല്ലാത്ത സന്തോഷം തോന്നി. അവൾക്ക് അവനെ പണ്ടേ തന്നെ ഇഷ്ടമായിരുന്നു. അതെ, അവൻ തന്നെയാ. സത്യനാഥൻ പറഞ്ഞു. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? രാജേശ്വരിയോട് ചോദിച്ചു. ആ, കുഴപ്പമില്ല, എനിക്ക് നിവിനേട്ടൻ ഇഷ്ടാ. പക്ഷേ എന്നെ ഇഷ്ടാവോന്ന എന്ന കാര്യത്തിൽ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. രാഗിണി തല കുനിച്ചു. അത് കേട്ടപ്പോൾ ജയബാലൻ അങ്ങ് ഉറക്കെ ചിരിച്ചു. ഏയ്, അവന് നിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അവൻ അങ്ങനെ
ഇഷ്ടപ്പെടാതിരിക്കും എൻ്റെ മോള് സുന്ദരിയല്ലേ? രാജേശ്വരിയും അത് തന്നെ ശരിവെച്ചു. അത് ശരിയാ മോളെ, മോള് സുന്ദരിയല്ലേ? മോളെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? ആ ഒരു കാര്യത്തിൽ മോള് പേടിക്കൊന്നും വേണ്ട. പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും രാജേശ്വരിയുടെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് അലയടിക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഇനി അവൻ എങ്ങാനും കാലുവാലിത്തരം കാണിക്കോ? അവൻ എപ്പോൾ നോക്കിയാലും ആ കാവേരിയുടെ പിന്നാലെ തന്നെയല്ലോ നടക്കുന്നത്. പക്ഷേ അതൊന്നും ഇപ്പൊ ഇവിടെ പറയാൻ പറ്റില്ലല്ലോ. രാജേശ്വരി മനസ്സിലിങ്ങനെ കരുതി. എങ്ങനെയാലും നിവിനെ കൊണ്ട് ഈ കല്യാണം സമ്മതിപ്പിക്കണം, അതാണ് അവളുടെ ലക്ഷ്യം. കുറച്ചു സമയത്തെ സംസാരത്തിന് ശേഷം ജയബാലൻ ഗൗരവത്തിൽ പറഞ്ഞു, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കണം. ബാക്കി കാര്യങ്ങളും കൂടി എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. രാജേശ്വരിക്കറിയാലോ ഇത് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന്. അതെ, അതൊക്കെ എനിക്കറിയാം ജയബാലേട്ടാ. രാഗിണിയുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് അവൾ വന്നിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനി താമസിപ്പിക്കാൻ പാടില്ല എന്ന്. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്ന് രാജേശ്വരി സമ്മതം മൂളി. രണ്ടു കൂട്ടർക്കും പൂർണ്ണ സമ്മതമായിരുന്നു. സത്യനാഥനും ഈ ബന്ധത്തിൽ യാതൊരുവിധ എതിർപ്പും ഉണ്ടായിരുന്നില്ല. ജയബാലിനെ പോലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായും ബന്ധം സ്ഥാപിക്കുക എന്ന് ബിസിനസ്സിന് നല്ലതാണ് എന്ന് അദ്ദേഹത്തിനും കരുതി. അങ്ങനെ എല്ലാം ഉറപ്പിച്ചതിനു ശേഷം അവർ സന്തോഷത്തോടു കൂടി യാത്ര പറഞ്ഞ് തിരിച്ചു പോവാണ്. അവർ പോയി കഴിഞ്ഞപ്പോൾ പ്രവീണ പതുക്കെ ജയബാലിന്റെ അടുത്തേക്ക് വന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു ആശങ്കയുണ്ടായിരുന്നു. ജയബാലേട്ടാ, ഇനിയിപ്പോൾ നിവിൻ ഇതിന് സമ്മതിക്കുമോ? അവന്റെ മനസ്സിൽ എന്താണെന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ? ജയബാലൻ ജനലിലൂടെ പുറത്തേക്ക് ദൂരത്തേക്ക് നോക്കി നിന്നു. അയാളുടെ കണ്ണിൽ വല്ലാത്ത ക്രൂരത നിറഞ്ഞു നിന്നു. എടി, അവന് സമ്മതിക്കാതിരിക്കാനൊന്നും പറ്റില്ല. അവൻ സമ്മതിക്കുക തന്നെ ചെയ്യും. അല്ലാതെ അവന് വേറെ തരമില്ലല്ലോ. സമ്മതിക്കുമെന്നോ? എങ്ങനെ ജയബാലേട്ട അത്ര ഉറപ്പിച്ചു പറയുന്നത്? അവൻ എങ്ങനെ സമ്മതിക്കാതിരിക്കും? അത് പറ. ജയബാലൻ തിരിഞ്ഞ് പ്രവീണെ നോക്കി. ചുണ്ടിലൊരു വക്രമായ ചിരിയുണ്ടായിരുന്നു. അവന് സമ്മതിക്കാൻ പറ്റത്തൊന്നുമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ഒട്ടും ഭയം വെക്കേണ്ട. രാജേശ്വരി ഉണ്ടല്ലോ, അവൾക്ക് നന്നായിട്ട് അറിയാം ആളുകളെ കൊണ്ട് എങ്ങനെ ചെയ്യിപ്പിക്കണമെന്ന്. അതൊക്കെ അവൾ അവനെ കൊണ്ട് സമ്മതിപ്പിച്ചോളൂ. ജയബാലനൊന്ന് നിർത്തി. അയാളുടെ മുഖത്തെ ഭാവം പെട്ടെന്ന് മാറി. കടുത്ത ദേഷ്യവും പകയും ആ മുഖത്ത് നിഴലിച്ചു. അയാൾ പള്ളിനുമ്പിക്കൊണ്ട് പറഞ്ഞു, ഇവർ തമ്മിലുള്ള കല്യാണമൊന്നും കഴിഞ്ഞോട്ടെ. ആ കാവേരിക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്. അവൾ കുറേ കാലമായി കിടന്ന് കളിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ മകനിട്ട് അവൾ പണി കൊടുത്തു. അവൾ കാരണം എൻ്റെ കുടുംബം അനുഭവിച്ച മാനക്കേടിന് കണക്കില്ല. ഇനിയിപ്പോൾ അടുത്ത പണി അവൾക്കിട്ട് ഞാനാ കൊടുക്കാൻ പോകുന്നത്. പ്രവീണ ഭയത്തോടെ അയാളെ നോക്കി. ജയബാലിന്റെ പകയുടെ ആഴം അവൾക്കറിയാമായിരുന്നു. നീ കണ്ടോ പ്രവീണെ, അധികം വൈകാതെ തന്നെ അവൾ എൻ്റെ കാലിൽ വന്ന് പിടിക്കും. എന്നോട് മാപ്പെരുക്കും. അന്ന് ഞാൻ തീരുമാനിക്കും അവളുടെ വിധി എന്തായിരിക്കണമെന്ന്. ജയബാലിന്റെ വാക്കുകൾ ആ വലിയ ഹാളിലങ്ങ് മുഴങ്ങി നിന്നു. അയാൾ കാവേരിയെ നശിപ്പിക്കാൻ എന്തൊക്കെയോ വലകൾ നെയ്യുകയായിരുന്നു. തൻ്റെ മകന് സംഭവിച്ചതിനെല്ലാത്തിനും പകരം ചോദിക്കാൻ വേണ്ടിയിട്ട് അവളെ ഇല്ലാതാക്കാൻ തന്നെ അയാൾ കച്ചകെട്ടിയിറങ്ങാണ്. എന്നാൽ കാവേരി അത്ര എളുപ്പത്തിൽ തോറ്റുകൊടുക്കുന്നവളല്ല എന്ന് ജയബാലിന് അറിയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറുള്ളവളാണ് അവൾ. വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റ്, ആ കൊടുങ്കാറ്റിനെ പറ്റിയിട്ട് അവളോ നിവിനോ അറിഞ്ഞതുപോലുമില്ല. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.